അഞ്ചാമത്തെ ചോദ്യം ഇതാ. അന്ന, ആലീസ് എന്നിവരുടെ പപ്പ ഏത് നാട്ടിൽ നിന്നാണ് കുടിയേറി പാർത്തത്? എ കുട്ടിക്കാനം, ബി കട്ടപ്പന, സി പാല. നിങ്ങളുടെ ആ ഏരിയ തന്നെയാണ് അങ്ങോട്ട്. ഇതിപ്പം കൺഫ്യൂഷനാണ്. നമുക്ക് പാല പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിഷ്ടമുള്ളൊരു സ്ഥലമാണ് പാല. അതെന്താണ്? അല്ല, പാല കുറച്ച് നമുക്ക് പാല എടുത്തിട്ട് പൂട്ടിയിട്ട് സംസാരിക്കാം. പോലെ പൂട്ടാം. പാലെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കാൻ. എന്തായാലും പോയാ പോയി, കിട്ടിയാ കിട്ടി അല്ലേ? വെരി ഗുഡ്. അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. പറയൂ, പാല എന്തുകൊണ്ടാണ് ഇഷ്ടം? പാല നമ്മൾ സാധാരണ യാത്രയൊക്കെ, എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ പാല ഏരിയ പോയിട്ടുണ്ട്? കേരളത്തിനകത്ത് തന്നെ ഓൾമോസ്റ്റ് 14 ജില്ലയിലും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെളിയില് എങ്ങും വിട്ടിട്ടില്ല. അയ്യേ, അതെന്താ? അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതെ, എനിക്ക് മനസ്സിലായി. പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൊക്കൊള്ളാന്നല്ല ഉദ്ദേശിച്ചത്. ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ പാല എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലത്തിലോട്ട് കയറുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാന്ന് തോന്നുന്നു. എനിക്കൊന്ന് ആ റോഡിന്റെ സൈഡിലെ ആ ഒരു ചെറിയ ചെടികളും പിന്നെ റബ്ബറും തോട്ടവും പാലക്കാർ അച്ചയന്മാരും അച്ചയത്തിമാരും അവരെയൊക്കെ കാണുന്നതിന്റെ ഒരിത്. പിന്നെ നമ്മുടെ കുഞ്ഞുഞ്ഞച്ചായൻ അവിടെ അല്ലേ, കാഞ്ഞിരപ്പള്ളി കുഞ്ഞുഞ്ഞച്ചായൻ, പൃഥ്വിരാജ്. ഇഷ്ടമാണോ പൃഥ്വിരാജ്? അതെ, ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പം ഈ നടന്മാരിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് പൃഥ്വിരാജാണ്. എനിക്ക് വിക്രത്തിനെയാണ് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ. അങ്ങ് പോയി. പിന്നെ വിക്രം കഴിഞ്ഞിട്ട് വിജയ് സേതുപതി. പിന്നെ പൃഥ്വി, ടൊവിനോ, അങ്ങനെയൊക്കെയുള്ളവരെ ഇഷ്ടം. അതെ, മോഹൻലാലിനെ മമ്മൂട്ടിയൊന്നും ഇല്ല. അവരൊക്കെ ലെജൻഡ്സ്, അവരൊക്കെ ഇഷ്ടമാണ്. അപ്പൊ പാല എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന റിമി ടോമിയാണ്. അതെ, റിമി ടോമിയുടെ ഒരു കഥ കേൾക്കണം. കേൾക്കട്ടെ. റിമി ടോമി ഇത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ തല്ലിലിത്. എന്തായാലും ഒരു കഥ പറയാം. അതായത് റിമി ടോമി 4-5 പ്രാവശ്യം അമേരിക്ക പോയിട്ടുണ്ട് പല പ്രോഗ്രാമിന് അന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ആദ്യമായിട്ട് പോകുന്ന കുറച്ച് വ്യക്തികളാണ്. അപ്പോൾ റിമി ടോമി ഭയങ്കര ആധിപത്യം സ്ഥാപിച്ച് എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ, ദാ ഇവിടാണിത്, മറ്റേ പിന്നെ ഫ്ലൈറ്റ് വന്ന് ഇടിച്ച് താറുന്ന സ്ഥലമാണിത്, അവിടുന്ന് അവർ കെട്ടിപ്പൊക്കിയ ഇതാണ്, പിന്നെ വേറെ ഒന്നുണ്ട്, പിന്നെ മൻഹാട്ടൻ ടവേഴ്സ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയാ. ഓരോരുത്തരുടെ വീട്ടിൽ ചെല്ലുമ്പം അപ്പോൾ പറയാ, അച്ചായോ എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ അമ്മച്ചി എനിക്ക് നല്ല കുടംപുളി ഇട്ട മീൻ കറി വെച്ച് തന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണ്. അപ്പോൾ കുറച്ച് പേര് പർച്ചേസിന് $1 കൊടുത്ത് പർച്ചേസിന് പോയപ്പോൾ പറഞ്ഞു, യോ നിങ്ങളാരും വെറുതെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കരുത്, കാരണം ഇവിടെ $1 ഷോപ്പ് എന്നൊരു ഷോപ്പുണ്ട്. അതായത് ഏതെടുത്താലും $1. അപ്പോൾ ആ ഷോപ്പിൽ പോയി നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം പോയാൽ മതി. ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എന്നിട്ട് ആ സാധനം എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് നമ്മളിത് $100 ആട്ടോ, ഇത് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ പൈസ നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും, അവർക്ക് സന്തോഷമാവുകയും ചെയ്യും നാട്ടിലുള്ളവർ. അപ്പം അങ്ങനെ ലാസ്റ്റ് ഡേയിൽ ഇവരെ ഈ 5-8 പേരെയും വിളിച്ചുകൊണ്ട് റിമി ഈ $1 ഷോപ്പ്, അതായത് ന്യൂയോർക്കിലുള്ള ന്യൂ ജേഴ്സിയിൽ ഇങ്ങോട്ടുള്ള $1 ഷോപ്പിന് അവിടെ ചെന്നപ്പം അങ്ങനെ ഒരു കടയെ കാണാനില്ല. 1 വർഷം കഴിഞ്ഞല്ലേ വരുന്നത്, കടയെ കാണാനില്ല. റിമി ആകപ്പാടെ വേർത്ത് അപ്പം ഇങ്ങനെ ഈ സിഗ്നലിൻ്റെ അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുക. അപ്പം റിമി ഇങ്ങനെ വിചാരിച്ച അടുത്തെങ്കിലും ചോദിക്കാം. അപ്പം അവിടെ അങ്ങനെ ആൾക്കാർ റോഡിൽ കൂടെ നടപ്പൊന്നുമില്ല, മൊത്തം കാറാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ഒരു റെഡ് ലൈറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു സായിപ്പ് കാറിൽ വന്ന് നിർത്തി. ഉടനെ റിമി എന്ത് ചെയ്ത് നേരെ ആ ഗ്ലാസ്സിൽ പോയി തട്ടിയപ്പോൾ സായിപ്പ് ഓപ്പൺ ചെയ്തപ്പം, സർ $1 എന്ന് പറഞ്ഞു. നോ 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 ഗോ 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 നോ ഡോളർ നോ ഗോ 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 എന്ന്. അപ്പോൾ അവർക്കറിയാവോ ഇതിവിടെ വലിയ രാജ്ഞിയായിട്ട് വാഴുന്ന ഒരു വ്യക്തിയാണെന്നുള്ള അറിഞ്ഞൂടെ. സായിപ്പ് വിചാരിച്ച് $1 കട ഇത് ഇരക്കാണെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വലിയൊരു. എന്നിട്ട് ഇവരെല്ലാം ചിരിച്ചിട്ട്, കാരണം ഈ $1 ഷോപ്പും കണ്ടില്ല, റിമിയെ പിന്നെ കാണാനില്ല, സ്റ്റോപ്പ് ബ്ലോക്ക് കട്ട് ചെയ്തതുപോലെ റൂമിലായി പിന്നെ റിമി. അപ്പോൾ പാല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയത്. അപ്പോൾ പാല എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്, നമുക്ക് തുറക്കാം. അപ്പം പാല ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. കേറിവാടാ മക്കളെയിൽ ഇതാ 5 ചോദ്യങ്ങൾക്കും ഉത്തരം ശരിയായിരിക്കുകയാണ്.